ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇന്ന് സിമ്പിൾ ആയിട്ട് ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, യൂണിവേഴ്സ് എന്തോ നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ട്. ഓക്കെ, വാട്ട് ആർ യു നോട്ട് സീയിങ് എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ കാണാത്തത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് മറയ്ക്കുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് വരാൻ പോകുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഓക്കെ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ടാവും. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് എന്താണ് മറയ്ക്കുന്നത് ആൻഡ് എന്താണ് നിങ്ങൾ കാണാത്തത് എന്ന് നമുക്ക് നോക്കാം. സി, വളരെ ചെറിയ റീഡിംഗ് ആക്കാം. എന്ന് 10 of Swords ആണ്. ഓക്കെ, Chariot ആൻഡ് 7. ഓക്കെ, ഒരു ഇവിടെ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം, ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം, കൊളീഗ്സ് ആരെങ്കിലും ആവാം. ഓക്കെ, ആരും ആവാം, പാരൻസ് ആവാം, ആരും ആയിരിക്കാം. ഇവിടെ ഒരു പാരൻസിനേക്കാൾ കൂടുതൽ എനിക്ക് ഫ്രണ്ട്ഷിപ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയാൻ വന്ന ഞാൻ ഫ്രണ്ട്ഷിപ്സ് സോറി എൻ്റെ ഇത് പോയി, ഫ്ലോ പോയി. ഓക്കെ, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഒരു ലവർ റിലേഷൻഷിപ്സ്, അങ്ങനത്തെ പാർട്ട്നേഴ്സ് ആയിരിക്കാം, ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം. ഓക്കെ, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ബ്രദർ സിസ്റ്റർ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. പാരൻസ് അത്രയ്ക്ക് പറയാൻ തോന്നുന്നില്ല എനിക്ക്, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങളെ ആരോ നിങ്ങൾക്ക് ആരിൽ നിന്നോ ഓക്കെ ഒരു ഹാർട്ട് ബ്രേക്ക് വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതാരും ആവാം, ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, ബട്ട് അതിൽ നിന്ന് ഇനി നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ മെയിൻ കാര്യം. ഓക്കെ, ഞാൻ എന്താണ് സിറ്റുവേഷൻ, പാസ്റ്റ് സിറ്റുവേഷൻ എന്ന രീതിക്ക് ഒന്ന് നോക്കിയതാണ്. ഇവിടെ നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കുറേ മുമ്പായിരിക്കാം, ചിലപ്പോൾ ഇന്നലെ ആയിരിക്കാം, ഇന്ന് കാലത്തായിരിക്കാം, എപ്പോഴും ആയിക്കോട്ടെ. ഇന്നിപ്പോൾ അത് രാവിലെ ആകുമ്പോൾ അല്ല, ഇന്നലെ വരെ ആയിരിക്കാം. ഏതെങ്കിലും ഒരു ദിവസം ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ആരുടെയെങ്കിലും അടുത്ത് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് വന്ന് കാണാം, നിങ്ങൾക്കൊരു ബാക്ക് സ്റ്റാബിങ് വന്ന് കാണാം. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും പിന്നെന്ന് കുത്തിയ പോലെ. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഓക്കെ ബിസിനസ് പാർട്ട്ണർ, അതാണ് ഞാൻ പറയാൻ വിട്ടുപോയത്. ഓക്കെ, ബിസിനസ്സിലെ പാർട്ട്ണർഷിപ്സ് ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് കാണുന്നത്. അവരിൽ ആരിൽ നിന്നോ നിങ്ങൾക്കൊരു ബാക്ക് സ്റ്റാബിങ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ ഒരു ചതിച്ചു മീൻസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയാണ് അത് ഫീൽ ചെയ്തത്. ഓക്കെ, അത് ചെറിയൊരു കാര്യമായാൽ പോലും നിങ്ങളെ അത് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, അവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ കരുതി കാണില്ല. ഓക്കെ, എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ശരി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി അനുഭവിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് വേദന ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ഇട്ട എഫേർട്ട്, ഓക്കെ, നിങ്ങൾ അതായത് ആ റിലേഷൻഷിപ്പിൽ ഇട്ട എഫേർട്ട്, അല്ലെങ്കിൽ ഒരു പേഴ്സണിൽ വെച്ചൊരു ട്രസ്റ്റ്, അങ്ങനത്തെ എന്ത് കാര്യമായാലും ശരി. ഓക്കെ, അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് വല്ലാത്ത തെറ്റായിപ്പോയി, ഞാൻ എഫേർട്ട് ഇട്ട സ്ഥലം തെറ്റായിപ്പോയിന്നോ, എന്ത് തന്നെയായാലും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലർക്ക് ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം. ഓക്കെ, മേ ബി ആരുടെയെങ്കിലും വാക്ക് കേട്ട് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കാണാം, പണം എവിടെയെങ്കിലും കൊടുത്ത് കാണാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും പണം കടം കൊടുത്ത് കാണാം. ഓക്കെ, എന്ത് തന്നെയായാലും ശരി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ബാക്ക് സ്റ്റാബിങ് വന്നിട്ടുണ്ട്. നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയ പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അവർ ചതിച്ചു എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്കിവിടെ ഞാൻ പറഞ്ഞത്, ഓക്കെ, യൂണിവേഴ്സ് മറയ്ക്കുന്നത് നിങ്ങളുടെ അടുത്ത് എന്താന്ന് വെച്ചാൽ, ഓക്കെ, ഇത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളിതിൽ നിന്ന് പുറത്തു വരും. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഹാർട്ട് ബ്രേക്ക് നിന്ന് പുറത്തു വരും എന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങൾ ഈ ഹാർട്ട് ബ്രേക്ക് നിന്ന് പുറത്തു വരും, നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോവും. ഓക്കെ, പക്ഷെ എവിടെയോ എനിക്ക് പറയാൻ തോന്നുന്നത് എന്താ അറിയോ, ഈ എൻഡിങ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, why did you manifest this? Why is the universe saying that you manifested it? Okay, നിങ്ങൾ മുന്നോട്ട് പോവാണ്. നിങ്ങൾ ചിലത് പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ആ വ്യക്തി നല്ല വ്യക്തി തന്നെയാണ്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, ആ വ്യക്തി
ഓവറോൾ മോശം എന്ന് പറയാനില്ല. ഓക്കെ, ബട്ട് അവര് കുറച്ച് സെൽഫിഷ് ആയി പോയിട്ടുണ്ട്. അവര് സ്വന്തം കാര്യം കൂടുതൽ ഇതാക്കി കാണാം, ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണാം. ഓക്കെ, അല്ലെങ്കിൽ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മെയിനായിട്ട്. ഇവിടെ ഒരാൾ മാത്രം അങ്ങോട്ട് കൊടുത്തോണ്ടിരുന്നിട്ടുണ്ട്, വേറൊരാളുടെ ഭാഗത്തു നിന്ന് അധികം എഫേർട്ട് ഉണ്ടായിട്ടില്ല. എനിക്ക് അത് റിലേഷൻഷിപ്പിൽ എന്ന് മാത്രമല്ല, ഈവൻ പാർട്ട്ണർഷിപ്പിലാണെങ്കിലും ഒരു വ്യക്തി മാത്രം, നമ്മൾ ബിസിനസ് ഒക്കെ ആണെങ്കിൽ അതിൽ ഒരാൾ മാത്രം നല്ലോണം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് നിങ്ങളായിരിക്കും, വ്യൂവേഴ്സ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ വ്യൂവേഴ്സ് അല്ല ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ബട്ട് മറ്റേ ഭാഗത്തുനിന്ന് അവരുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഇല്ല. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ടാവും. ഒരാൾ തന്നെ അങ്ങോട്ട് എപ്പോഴും കൊടുത്തോണ്ടിരിക്കുക, ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഓക്കെ, സോ അത് വ്യക്തി മോശം എന്ന രീതിക്കല്ല ഞാൻ പറയുന്നത്, ബട്ട് അവിടെ അത് നിങ്ങൾക്ക് പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല. ബിക്കോസ് എപ്പോഴും നിങ്ങൾ ഒരാളാണ് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും അതൊരു നല്ല സിറ്റുവേഷൻ അല്ല. ഓക്കെ, എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാലും ശരി, എത്രത്തോളം അടുപ്പുണ്ട് എന്ന് പറഞ്ഞാലും ശരി, അങ്ങനെയുള്ള സിറ്റുവേഷൻസ്. ഓക്കെ, ഇപ്പോൾ ഈവൻ പാർട്ട്ണർഷിപ്പ് ആയാലും, നല്ലൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പാണ്, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പിലായാലും ശരി, ഓക്കെ, നമ്മൾ ഈവൻ ബ്രദർ സിസ്റ്റർ അങ്ങനെയൊക്കെ ആയാലും ശരി, എപ്പോഴും നമ്മൾ ഒരാൾ മാത്രം എപ്പോഴും അങ്ങോട്ട് കോൾ ചെയ്ത് അന്വേഷിക്കുക, എപ്പോഴും അങ്ങോട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ നമ്മൾ റെഡി ആയിട്ട് നിൽക്കാം. ബട്ട് അവിടുന്ന് അതേപോലെ ഇപ്പം നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവില്ല. വളരെ കുറച്ചൊരു സെൽഫിഷ്നെസ് കാണിക്കുന്ന പോലെ. ഓക്കെ, ഇത് ആക്ച്വലി നല്ല കാർഡ് തന്നെയാണ്, ബട്ട് ഒരു ലേശം സെൽഫിഷ്നെസ് ഉണ്ട് ഇതിൽ. സോ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടും ഈ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താണെന്ന് ഞാൻ പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളായിട്ട് തന്നെ വരുത്തിയെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വേറൊന്നുമല്ല, കാരണം ഇത് നിങ്ങൾക്ക് നല്ലതായിരുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ എവിടെയോ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ട് ദാറ്റ് ഒരു നമ്മൾ പറയില്ലേ ഒരു ഫീലിംഗ് ദാറ്റ് ഇവിടെ ശരിയല്ല എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ എന്താ, നിങ്ങൾക്കായിട്ട് അവിടുന്ന് മാറിപ്പോവാനൊട്ട് സാധിക്കൂല. ബിക്കോസ് നിങ്ങളെപ്പോഴും അല്ല ഞാൻ മാറിപ്പോയി കഴിഞ്ഞാൽ അതൊരു തെറ്റായി പോയാലോ, ഞാൻ ചെയ്തില്ല എന്നുള്ളൊരു എന്നെ കുറ്റപ്പെടുത്തിയാലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഇത് വളരെ ഇമോഷണൽ പേഴ്സൺ ആയിട്ട് അങ്ങനെയും പറയാം നമുക്ക്. ഓക്കെ, ബട്ട് എവിടെയോ ലൈക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്കൊരു അവസരം വന്നു. നിങ്ങൾക്കൊരു അവസരം വന്നപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് നിങ്ങളിപ്പോൾ മൂവ് ഓൺ ചെയ്യാണ്. ആൻഡ് ഇത് ശരിക്കും ഞാൻ പറഞ്ഞു, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് തന്നെ ഇത് നമ്മൾ അറിയാതെ തന്നെ. ഓക്കെ, നമ്മൾ മനസ്സിൽ, കാരണം നമുക്കറിയാം ഇവിടെ എന്തോ ശരിയല്ല എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സ് തന്നെ ശരിക്കും ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആ ഒരു വൈബ്രേഷൻ പോകുമ്പോൾ ശരിക്കും നമ്മളായിട്ട് തന്നെ ചില അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, നമ്മളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് ഇത് നമുക്ക് നല്ലതല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വിട്ടുപോട്ടെ എന്ന രീതിക്ക് നമ്മൾ തന്നെ മനസ്സുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കും. ഓക്കെ, ആ ആഗ്രഹമാണ് ഇപ്പം നടന്നത്. ഓക്കെ, ഇവിടെ വെട്ടിമാറ്റി നിങ്ങൾക്ക് പോകാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, ഇത് മീൻസ് നിങ്ങൾക്ക് ആ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ ഇത് കട്ട് ചെയ്ത് കളയുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ എന്താണോ നിങ്ങൾ ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളത് വ്യക്തി ആവണമെന്നില്ല. ഓക്കെ, എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വേറെ രീതിക്ക് നിങ്ങൾ എടുത്തോളൂ. ഓക്കെ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു ബെനിഫിറ്റ് കിട്ടാത്തൊരു സ്ഥലം, നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടാത്തൊരു സ്ഥലം, ഓക്കെ, ഒരു വ്യക്തിയിൽ നിന്നാവാം, ഒരു സ്ഥലത്തു നിന്നാവാം, ഓഫീസിൽ നിന്നാവാം, എന്ത് തന്നെയായാലും ശരി. ഓക്കെ, അതിൽ ഇപ്പം നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നതായി, നിങ്ങൾ കട്ട് ഓഫ് ചെയ്ത് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതിനല്പം സ്ട്രെങ്ത് ആവശ്യമുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, കുറച്ച് ധൈര്യവും സ്ട്രെങ്ത്തും ഒക്കെ ആവശ്യമുണ്ട്. ബട്ട് നിങ്ങൾ അതിന് വേണ്ടി ഉറച്ച് തീരുമാനം എടുത്ത് നിങ്ങൾ ഓക്കെ ഇനി ഞാൻ അങ്ങോട്ട് എഫേർട്ട് ഇടില്ല എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ഇനി ഞാൻ അങ്ങോട്ട് എഫേർട്ട് കൊടുക്കില്ല, ഇനി എന്താ പറയുക, എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ടൊരു അതുണ്ടാവില്ല എന്ന് തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ ഒരല്പം നിങ്ങൾ ക്ഷീണിച്ച പോലെ, അതായത് ഐ തിങ്ക് നിങ്ങൾ എഫേർട്ട് ഇട്ട് മതിയായിട്ടുണ്ട്, അതുകൊണ്ടും കൂടിയിട്ടായിരിക്കാം ഇവിടെ ഏസ് ഓഫ് സോർട്സ് ആണ്. സോ യെസ്, നിങ്ങൾ കട്ട് ഓഫ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരല്പം ചിലപ്പോൾ തനിച്ചിരിക്കുന്ന ഒരു പീരീഡൊക്കെ നിങ്ങൾക്ക് വരാം. ഓക്കെ, കുറച്ച് തനിച്ചായി പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം. ബട്ട് ഐ തിങ്ക് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ ഈ ഒരു ഇപ്പം നിങ്ങൾ എടുക്കുന്ന ഒരു നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ലൈക്ക് വേദനിപ്പിച്ച വ്യക്തിയിൽ നിന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ വേദനിപ്പിച്ച സ്ഥലത്ത് നിന്ന് മാറിപ്പോവുക, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ ചെയ്യുന്ന തെറ്റല്ല എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളോട് ബോൾഡായിട്ട് ആക്ഷൻ എടുക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ ഒട്ടും തെറ്റല്ല, കറക്റ്റാണ് എന്ന രീതിക്കാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അല്പം വിഷമം തോന്നാം, സങ്കടം തോന്നാം, ഓക്കെ, തനിച്ചായി പോകുന്ന പോലെ ചിലപ്പോൾ തോന്നാം, ബട്ട് നല്ലതിന് വേണ്ടി തന്നെയാണ് എന്നാണ്. ഓക്കെ, സോ എന്താണ് ഇങ്ങനത്തെ റീഡിംഗ് വന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ തിങ്ക് കുറച്ച് പേർക്ക് ഇത് കേൾക്കാൻ ആവശ്യമുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് എനിക്കിവിടെ കാണുന്നത് എന്താണോ നിങ്ങളെ വേദനിപ്പിച്ച സിറ്റുവേഷൻ അതിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങൾ പുറത്തു വരുന്നതായിട്ട് കാണാം.
അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ മുന്നോട്ട് എന്തെങ്കിലും ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഉള്ളത് കൂടി ഞാൻ ഒന്ന് എടുക്കട്ടെ. ഇതിൻ്റെ എന്താവും ഫ്യൂച്ചർ എന്ന രീതിക്ക് കൂടി നോക്കാം. ഞാൻ എവിടെയോ എനിക്ക് തോന്നുന്നുണ്ട് ഇത് വീണ്ടും ബെറ്റർ ആവുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ലെറ്റ്സ് സീ. യെസ്, അത് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. യെസ്, ഓക്കെ. ഇതിപ്പോൾ ഈ ഒരു ലൈക്ക് ആക്ഷൻ ഉണ്ടല്ലോ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, അതിപ്പോൾ ആവശ്യമാണ്. ഓക്കെ, നിങ്ങളെ സെയിം തിങ് അപ്പോഴേ നിർത്തേണ്ടായിരുന്നു. യെസ്, വെരി ഗുഡ്. തിരിച്ചു വന്നു അത് ബാക്കിലേക്ക്. ഗുഡ്. ഓക്കെ, സോ ഞാൻ വിചാരിച്ചത് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പം എൻഡായി പോകാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച ഒരു സിറ്റുവേഷൻ, അത് എന്തോ ആയിക്കോട്ടെ, അത് എൻഡ് ആവാൻ പോകുന്നുണ്ട്. ആ എൻഡായിട്ട് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഫ്രീഡം ചൂസ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കാൻ ചൂസ് ചെയ്യുന്ന പോലെയാണ്. ഇനി എനിക്കിങ്ങനെ ഞാൻ അങ്ങോട്ട് ഇടുന്ന എഫേർട്ട് ഇടുന്നത് ഞാൻ നിർത്തി എന്ന രീതിയിൽ. ഓക്കെ, ആ ഒരു തീരുമാനം പക്ഷെ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ ജഡ്ജ്മെന്റ് വരും, ന്യായം വരും. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി നിങ്ങളുടെ അടുത്ത് സോറി പറഞ്ഞു വരും എന്ന രീതിയിലാണ്. ഓക്കെ, ചിലപ്പോൾ അത് ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലി മെമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സിന്റെ പാർട്ട്ണർഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, ആരോ ആയിക്കോട്ടെ. ഓക്കെ, എന്തായാലും അവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞ് അവർ നിങ്ങളുടെ അടുത്ത് മാപ്പ് പറഞ്ഞു വരും. അതാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ആവശ്യമാണ്. ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ ആവശ്യമാണ് നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ ജോലിയിലായാലും ശരി, ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഐ തിങ്ക് അവിടെ നിങ്ങളൊരു അൾട്ടിമേറ്റം കൊടുക്കുക, അല്ലെങ്കിൽ ഞാനിത് വിട്ടു പോകുന്നു, ഞാൻ വേറെ ജോലി നോക്കാൻ പോകുന്നു, എന്തെങ്കിലും പറഞ്ഞു മേ ബി അപ്പോഴായിരിക്കും ചിലപ്പോൾ അവിടെ നിങ്ങൾക്കൊരു കിട്ടേണ്ട സ്ഥാനം ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത. അങ്ങനെയായിരിക്കാം. ന്യായം നിങ്ങളുടെ ഭാഗത്ത് വരും, അത് മാത്രം, അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പക്ഷെ അതിനു വേണ്ടി ഒരു എൻഡിങ് ഇവിടെ ആവശ്യമാണ്. ആ എൻഡിങ്ങിന് ശേഷം പക്ഷെ ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു ന്യായം കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്, നിങ്ങൾ ഇട്ട എഫേർട്ടിനെല്ലാം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ അതേ വേദനിപ്പിച്ച വ്യക്തിയിൽ തന്നെ ന്യായം കിട്ടും, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ ന്യായം കൊണ്ടുവരും എന്നുള്ള തരത്തിലാണ്. ഓക്കെ, സോ യെസ്, അതും കൂടി എനിക്കൊന്ന് അറിയണമായിരുന്നു, ഇത് എന്താണിത്. ഓക്കെ, അപ്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ. ഓക്കെ, അത് നല്ലതിനാണ്. അതേ ലൈക്ക് പോട്ടെ. ഓക്കെ, കുറച്ച് നിങ്ങൾ എന്താണ് കാണാത്തത് എന്നുള്ള കൂടി. ഗാർഡിയൻ, സർപ്രൈസ്, ഇമോഷൻസ്. ഞാൻ എന്താ പറഞ്ഞത് നേരത്തെ? വെരി സ്ട്രഗിൾ ആൻഡ് വൺ മോർ ഡെസ്റ്റിനി. ഓക്കെ, ആന്റിഡോട്ട്. ഓക്കെ, അഗെയിൻ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഇത് യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാവുമ്പോൾ ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് അത് നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ യൂണിവേഴ്സ് അത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലതല്ലാത്ത നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുപോവാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ആൻഡ് ഇത് പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇതൊരു ഫ്രണ്ടിന്റെ കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട് ആവാം, റിലേഷൻ ആവാം, പാർട്ട്ണർ ആവാം, ബിസിനസ് പാർട്ട്ണർ ആവാം, ഫാമിലിയിൽ ആരെങ്കിലും ആവാം, സിസ്റ്റർ ബ്രദറും ആവാട്ടോ, എങ്ങനെ വേണമെങ്കിൽ എടുത്തോളൂ. ഓക്കെ, ബട്ട് കൂടുതലും ഫ്രണ്ട് എന്ന് വന്നിട്ടുണ്ട്. സോ മേ ബി ഓക്കെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ അങ്ങനെ അവരുടെ അടുത്ത് നിന്ന് ലൈക്ക് ഇനി നിങ്ങൾ ലൈക്ക് എന്താ പറയുക, അങ്ങോട്ട് കൊടുക്കൽ നിർത്താന്ന് പറയില്ലേ. ഓക്കെ, നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യാതെ ആവുക എന്ന് വെച്ചാൽ ഐ ഡോണ്ട് തിങ്ക് ഇതൊരു ഫൈറ്റ് ആയിട്ടല്ല എനിക്ക് കണ്ടത്. ഓക്കെ, നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യുന്നതായിട്ടല്ല എനിക്ക് തോന്നിയത്. യെസ്, അതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. നിങ്ങളൊരു അവരുടെ അടുത്ത് പറഞ്ഞു നിന്ന് തർക്കിക്കാൻ നിൽക്കുകയൊന്നുമല്ല. ഓക്കെ, എന്നെ ന്യായമായിട്ട് ട്രീറ്റ് ചെയ്തില്ല, അങ്ങനെ എങ്ങനെയൊന്നും നിങ്ങൾ പറയാനല്ല നിൽക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ചുമ്മാ മൂവ് ഓൺ ചെയ്ത് പോവാണ്. ഓക്കെ, നിങ്ങൾ അവിടെ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ മാറി പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അതായത് തർക്കിക്കാൻ നിൽക്കുന്നില്ല. ഓക്കെ, തർക്കമില്ല, ഒന്നുമില്ല. നിങ്ങൾ അവിടുന്ന് സൈലന്റ് ആയിട്ട് ജസ്റ്റ് നിങ്ങളുടെ ലൈഫ് നോക്കി മുന്നോട്ട് പോകുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് മറ്റേതൊന്നും ബോധേഡല്ല നിങ്ങൾ. ഓക്കെ, ആ രീതിക്കാണ് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ആണ് അത് കാണിക്കുന്നത്. അതായത് നമ്മൾ വേറെ ആൾ നമ്മളെ വേദനിപ്പിച്ചാൽ പോലും അവരോടൊന്നും പറയാതിരിക്കുക, അതൊരു വലിയൊരു അടിയാണ്. ശരിക്കും നിങ്ങളത് പരീക്ഷിച്ച് നോക്കിക്കോളും. ഓക്കെ, അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയാണ്. അതാണ് സർപ്രൈസ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സർപ്രൈസ് എനിക്ക് എന്താന്ന് വെച്ചാൽ ഐ തിങ്ക് നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, അപ്പോഴായിരിക്കും നിങ്ങളെ വേദനിപ്പിച്ച ആൾ ആരായാലും ശരി, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ശരി, അപ്പോഴാണ് ശരിക്കും സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കാരണം എപ്പോഴും നിങ്ങൾ ഹെൽപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരെ കെയർ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്ത് കാണുമല്ലോ. അപ്പോൾ അവരുടെ ലൈഫിൽ അവരെന്തെങ്കിലും സ്ട്രഗിൾ അനുഭവിക്കുമ്പോൾ അപ്പോഴാണ് അവർക്ക് ശരിക്കും മനസ്സിലാവുക. അപ്പോഴാണ് ഐ തിങ്ക് അവരുടെ ഇമോഷൻസ് പുറത്തു വരാൻ പോകുന്നത്.
ഓക്കെ, അപ്പോഴേ അവർ മനസ്സിലാക്കുള്ളൂ ദറ്റ് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്തായിരുന്നു എന്നുള്ളത്. ഓക്കെ, എൻ്റെ ഇവിടെ ഡെസ്റ്റിനി എന്ന് കാണുന്നത് ആക്ച്വലി നിങ്ങൾ തമ്മിലുള്ള ഇപ്പോൾ ആരായാലും ശരി, ഐ തിങ്ക് അതാ വീണ്ടും നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു വരുന്നതോ റിലേഷൻഷിപ്പ് ആയാലും തിരിച്ചു വരുന്നതോ, ഓക്കെ, അങ്ങനെ ഒരു തരത്തിലാണ് എനിക്ക് കാണുന്നത്. ആരോടാണോ പ്രശ്നം അവരുമായിട്ട് സോൾവ് ആവുന്നതാണ് എനിക്ക് ഓവറോൾ കാണുന്നത്. ഓക്കെ, ബട്ട് അതിനു വേണ്ടി ഈ ഒരു സംഭവം നടക്കാനുള്ളത് അത്യാവശ്യമാണ്. ഓക്കെ, സോ അങ്ങനെ ചിലത് നടന്നു കഴിയുമ്പോഴാണ് അവർ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് മേ ബി അവർ തിരിച്ചു വരുന്ന കാര്യമായിരിക്കാം. ഓക്കെ, അവർ മാപ്പ് പറയുന്ന കാര്യമായിരിക്കാം ചിലപ്പോൾ സർപ്രൈസ്, അല്ലെങ്കിൽ അവർ റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, അവർ ഒരു സർപ്രൈസ് ആയി പോകുന്നിട്ട് നിങ്ങളൊന്നും പറയാതെ, നിങ്ങൾ അവരോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാതെ, ഒന്നും പറയാതെ നിങ്ങൾ അവിടുന്ന് സൈലന്റ് ആയിട്ട് നിങ്ങൾ മാറിപ്പോകുമ്പോഴായിരിക്കും അവർ സർപ്രൈസ് ആവാൻ പോകുന്നത്. അപ്പോഴാണ് അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ് അവർ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അപ്പോഴാണ് അവർ തിരിച്ചറിയാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതെല്ലാം ആക്ച്വലി യൂണിവേഴ്സ് തന്നെ ചെയ്യുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ യൂണിവേഴ്സിന്റെ കളിയാണിത്. ഓക്കെ, ഇത് എനിക്കിത് കണ്ട തോന്നിയ എന്താ അറിയോ, ആന്റിഡോട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ എന്താ പറയുക മരുന്നിന്റെ ഇത് എന്താ പറയുക എന്തെങ്കിലും വിഷം ഉണ്ടെങ്കിൽ മരുന്ന് കൊടുക്കുക എന്ന് പറയുമല്ലോ. എനിക്ക് ഫീൽ ചെയ്ത എന്താ അറിയോ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കുക എന്ന് പറഞ്ഞ് പറയില്ലേ. എനിക്കിതിപ്പോൾ എന്താണെന്ന് അറിയില്ല, ഇത് ആ കാർഡ് ഞാനിങ്ങനെ എടുത്തോണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വരി അതായിരുന്നു. ചിലപ്പോൾ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചവർ തന്നെ അവരുടെ തെറ്റ് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും. നിങ്ങൾ അവിടുന്ന് ഐ തിങ്ക് സൈലന്റ് ആയിട്ട് മാറിപ്പോവാ. ഓക്കെ, ഇത് അഡ്വൈസ് ആയിട്ട് എടുത്തോളൂ. നിങ്ങളെ അങ്ങനെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സൈലന്റ് ആയിട്ട് നിങ്ങൾ മാറിപ്പോവാ. ഒന്നും പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല അവിടെ. ഓക്കെ, ഒന്നും പറയേണ്ട. നിങ്ങളുടെ വേദന ഉണ്ടാവും, വിഷമം ഉണ്ടാവും, എനിക്കറിയാം. ബട്ട് റിയാക്ട് ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങളുടെ റിയാക്ഷൻ അല്ല ഇവിടെ വേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മെച്യൂർഡ് ആയിട്ടൊരു ബിഹേവിയർ ആണ് ഇവിടെ ആവശ്യം. ഓക്കെ, കട്ട് ഓഫ് ചെയ്ത് വിടേണ്ടത് നിങ്ങൾ സൈലന്റ് ആയിട്ട് അവിടെ അങ്ങോട്ട് മാറിപ്പോവാം. അപ്പം നിങ്ങൾക്ക് കാണാൻ ബാക്കി. ഓക്കെ, സോ ഐ തിങ്ക് ഇത് റിലേഷൻഷിപ്സിനാവാം, എന്തിനും ആവാം. ഓക്കെ, നിങ്ങൾ അതിനനുസരിച്ച് എടുത്തോളൂ. എന്തായാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.